മുടിയുടെ നിറമൊക്കെ മാറി. ഇത് ജനകീയ പിന്തുണ നേടിയിട്ട് മാറ്റുന്നതാണോ അതോ ഇത് ജനങ്ങളെ അത്യാവശ്യം പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി നേടുന്ന പിന്തുണ നന്നായിട്ട് കിട്ടി ട്രോളായിട്ടും. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം കൂടുതൽ കിട്ടി. കേരളത്തിൽ നിന്ന് മാത്രല്ല മറ്റു ലാംഗ്വേജിൽ നിന്നൊക്കെ കിട്ടി. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ട്രോളന്മാരെ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് മുതലേ. വൃത്തികെട്ട ജന്തുക്കളാ. മര്യാദക്കാരാ അവര് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അടുത്തിടയ്ക്ക് നിലം തൊടാത്ത ഓട്ടമെന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ. ഏയ് അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ അണിഗ്രോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾ നമുക്ക് തോന്നുന്നു താങ്ങിയതാണല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നല്ലേ? നീ കൊറേ നേടുന്നുണ്ടല്ലോ. അതായത് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? മോനാളി നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ പിന്നെ വീണ്ടും അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോ ഓണർ മാറി കാണും. പറയാൻ പറ്റില്ല, കടയോടെ തൂക്കി വിറ്റിയാണ് ചിലപ്പോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ആളുകൾ തടിച്ചു കൂടുന്നുണ്ടല്ലേ ഇപ്പം? പിന്നെ തീർച്ചയായും 42-52 വയസ്സുള്ള കിളവന്മാര്. അപ്പോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുവോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകൾ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നായിക വരുവോ? ഒരു ട്രോള് വന്നിട്ടുണ്ട്, സൂപ്പർ ട്രോളായിരുന്നു അത്. കൊള്ളാമോ? നല്ല ചേരില്ലോ. നിർത്തി അവമാനിക്കുവാണ്. ഇതൊക്കെ ഒരു രസമല്ലേ? ഒരു അമ്പലം ഉണ്ടാക്കിയല്ലോ ഒരു ആരാധകൻ. നമ്മുടെ പേരിൽ ഒരു അമ്പലം ഉണ്ടാകുമ്പോഴേ അവിടെ ഭക്തന്മാരുണ്ടോ, അവിടെ പൂജ നടക്കുന്നുണ്ടോ, പ്രായമൊക്കെ ആയിട്ട് അവിടെ പോയി ഇരിക്കാം എന്നുള്ളൊരു പ്ലാൻ. അത് നല്ല ഒരു ഐഡിയ ആയിരുന്നു. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ കുറെ നാട്ടുകാരെങ്കിലും രക്ഷപ്പെടും. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ആളെ കാണാണ്ട്.